ഹായ് മക്കളെ, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും എല്ലാവർക്കും വരുന്ന മെയിൻ ഡൗട്ട്, സാർ എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുക? സാറ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്തല്ലേ, സാറ് ചെയ്തപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്ത്? അതെല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നത്. +1 +2 അപേക്ഷിച്ച് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്തിലേക്ക് വേണ്ടത്, ജെയ്മെയിലേക്ക് വേണ്ടത്. കാരണം എന്താ, ജെയ്മെയിൻ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്, ഒബ്ജക്റ്റീവ് എക്സാമാണ് അല്ലേ. +1 +2 പോലെ ബോർഡ് എക്സാം അല്ല, ഡിസ്ക്രിപ്റ്റീവ് അല്ല അല്ലേ. അപ്പോൾ അതിന് പഠിക്കുന്നത് വേറെ രീതിയിലും ഇതിന് പഠിക്കുന്നത് വേറെ രീതിയുമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഏത് രീതി അല്ലേ? ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ജെയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അത് ഞങ്ങൾക്ക് അറിയില്ല. അത് എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, സോ വൃത്തിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ജെയ് പഠിക്കുന്ന ആൾക്കാർ, അത് +2 പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും +1 പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയിരിക്കും. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജെയ് മെയിൻ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഓഫ് കോഴ്സ് തിയറി വൃത്തിയായിട്ട് പഠിക്കണം. തിയറി മാത്രം പഠിക്കണം എന്നല്ല, തിയറി വൃത്തിയായിട്ട് പഠിക്കണം അല്ലേ. തിയറി മീൻസ് കൺസെപ്ഷൻ ഓറിയൻ്റ് ആയിട്ട് പഠിക്കാം. വെറുതെ കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാന്നല്ല അല്ലേ. പകരം എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ എങ്ങനെ വന്നു അല്ലേ, എന്തുകൊണ്ട് അങ്ങനെ ആയി അല്ലേ, കറക്റ്റായിട്ടുള്ള ലോജിക്ക് കത്തണം. അത് കത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇക്വേഷൻ പഠിക്കാൻ അല്ലേ. പിന്നെ കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെയ് പോലെ എക്സാംസിന് ഷോർട്ട് കട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷോർട്ട് കട്ട്സ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കഴിഞ്ഞു ഇല്ല, തിയറി പഠിച്ചു കഴിഞ്ഞു ഓക്കെ അല്ലേ, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. തിയറി പഠിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ജെയ് പ്രിപ്പറേഷൻ്റെ 10% മാത്രമായിട്ടുള്ളൂ. അപ്പോൾ എന്താ ബാക്കി 90% ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരു തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ ശരിക്കും ആ തിയറി പഠിച്ചില്ല. അതെങ്ങനെ വെച്ചാൽ, നിങ്ങൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പം ഇപ്പം നിങ്ങൾ 7ാം ക്ലാസ്സിനും 6ാം ക്ലാസ്സിനൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകാറുണ്ട് അല്ലേ. അവിടെ നിങ്ങൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് വേർഡ്സ് ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ടാവും. ആ വേർഡ്സ് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഭയങ്കര ടഫായിട്ടുള്ള വേർഡ്, ശശി തരൂരൊക്കെ പറയുന്ന വേർഡ്സ് ഒക്കെ നിങ്ങൾ ഓർമ്മ ഉണ്ടാവും അല്ലേ. അത് പഠിച്ചിട്ടുണ്ടാവുന്നു, ഇപ്പം അതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതിന് റീസൺ എന്താ, നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ. അതേ ഒരു ഐഡിയ ആണ് നമ്മൾ മാത്സിൽ പറയേണ്ടത്. കാരണം വെച്ചാൽ മാത്സിൽ ഒരുപാട് തിയറി നിങ്ങൾ പഠിക്കും, മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒരുപാട് തിയറി പഠിക്കും, അതേപോലെ ഒരുപാട് ഇക്വേഷൻസും പഠിക്കും. ബട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യില്ല. ക്വസ്റ്റ്യൻ ചെയ്താൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് വഴിയെ മറന്നു പോകും. എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്ക് അല്ലത് അല്ലേ. എല്ലാവരും എന്നോട് പറയാറുണ്ട്, സാർ ഞങ്ങൾ ഒരുപാട് സമയം പഠിക്കാറുണ്ട്, 4, 5, 10 മണിക്കൂർ പഠിക്കാറുണ്ട്, പക്ഷെ എനിക്ക് റിസൾട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണ്? സിമ്പിൾ ലോജിക്കാ, സിമ്പിൾ കാര്യമുള്ളൂ. നിങ്ങൾ തിയറി മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്ത് പഠിക്കുന്നില്ല? ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അല്ലേ. അതേപോലെ സ്വന്തമായിട്ട് എഴുതുന്നില്ല. സ്വന്തമായിട്ട് എഴുതി പഠിക്കണ്ടോ, അല്ലാണ്ട് പഠിത്താവില്ല. ഒരു വീഡിയോ കണ്ടാൽ, ഒരു ക്ലാസ് കണ്ടാൽ പഠിത്തല്ല അല്ലേ. അതെന്താ, സ്വന്തമായിട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ പഠിത്താവുള്ളൂ അല്ലേ. അതേപോലെ ആ തിയറി മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല? ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അല്ലേ. അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ, ആ കൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഈ തിയറി എത്രത്തോളം പഠിച്ചിട്ടും കാര്യമില്ല, ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ അത് വേസ്റ്റാണ്. ആ തിയറി വേസ്റ്റാണ്. തിയറി നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അല്ലേ. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കും. നിങ്ങൾ ഫംഗ്ഷൻസ് എന്ന ടോപ്പിക് പഠിച്ചു. അപ്പം നിങ്ങൾ പറയും, ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. നിങ്ങൾ ഫംഗ്ഷൻസിനെ കുറിച്ച് ഒരു ബുക്ക് എടുത്തു, വേറെ ബുക്ക് എടുത്തു, അങ്ങനെ ഒരുപാട് ബുക്കുകൾ നോക്കി പഠിച്ചു. അപ്പോൾ ഫംഗ്ഷൻ്റെ തിയറി കൺസെപ്റ്റ് ക്ലിയറായി, നിങ്ങൾ അടുത്ത ടോപ്പിക്കിൽ പോയി. അത്ര വേസ്റ്റാണ്. ബിക്കോസ് തിയറി പഠിച്ചിട്ടുള്ളൂ, ക്വസ്റ്റ്യൻ ചെയ്തില്ല. അത് 10% മാത്രമായിട്ടുള്ളൂ അല്ലേ. ബാക്കി 90% എവിടെയാണ്? ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലേ. ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്താ ചെയ്യണം. അത് കീം ആവട്ടെ, ജെയ് ആവട്ടെ, ജെയ് അഡ്വാൻസ് ആവട്ടെ, എല്ലാ ലെവലും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞുള്ളൂ അല്ലേ. എന്നിട്ട് വേണം എന്താണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ അല്ലേ. മേ ബി നിങ്ങൾക്ക് എന്താ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടും ആവാം അല്ലേ. അത് നിങ്ങൾ ഇഷ്ടമാണ്. ചിലപ്പോൾ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. അവിടെ തിയറി പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്നത് 4 മണിക്കൂറാണെങ്കിൽ ഞാൻ പറയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 12 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം, 3 ഇരട്ടി. എന്നാൽ മാത്രമേ ആ തിയറിൻ്റെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവുള്ളൂ. ആ ഒരു കാര്യം വൃത്തിയായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, തിയറി പഠിക്കുന്നതല്ല അല്ലേ. ഇനി അഥവാ ഒരു തിയറി കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിലോ ഒരു പ്രശ്നമില്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മതി. ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിലോ സൊല്യൂഷൻ നോക്കുക. ആ സൊല്യൂഷൻ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ കൺസെപ്റ്റ് കിട്ടും. കംപ്ലീറ്റ് ഷുവറാണ് അല്ലേ. അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു വർഷം ഈ 2027 എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ
ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ലാസ്റ്റ് 10 ഇയേഴ്സിലെ എല്ലാ ജെഇ മെയിൻ ക്വസ്റ്റ്യൻസും എല്ലാ ജെഇ അഡ്വാൻസ് ക്വസ്റ്റ്യൻസും എല്ലാ കീം ക്വസ്റ്റ്യൻസും ചെയ്തിരിക്കാം. വെറുതെ ചെയ്യല്ല, കൺസെപ്ഷ്യൽ ഐഡിയ മനസ്സിലാക്കി ചെയ്തിരിക്കാം. അങ്ങനെ ചെയ്ത ഒരാൾക്ക് നിർബന്ധമായിട്ടും IIT ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും. ഒരു ഡൗട്ടും വേണ്ട, അതെൻ്റെ ഗ്യാരണ്ടിയാണ്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വർഷം എറൗണ്ട് 20 ഷിഫ്റ്റ് എക്സാം നടക്കുന്നുണ്ട്. മാത്സിൻ്റെ കേസ് മാത്രം, എല്ലാത്തിനും 20 ഷിഫ്റ്റ് ഉണ്ട് അല്ലേ. അതിൽ മാത്സിൻ്റെ കേസ് മാത്രം നോക്കിയാൽ ഓരോ ഷിഫ്റ്റും 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 500ഓളം ക്വസ്റ്റ്യൻ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടും. 500 ക്വസ്റ്റ്യൻ ഒരു വർഷം അല്ലേ. അപ്പോൾ 10 വർഷം ഈ 500 ക്വസ്റ്റ്യൻ ഒരു 2-3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് എന്തായാലും 2000-3000 ക്വസ്റ്റ്യൻ മാത്സ് മാത്രം കിട്ടും. ഏത് ജെഇ മെയിൻ. അതേപോലെ ജെഇ അഡ്വാൻസ് ഉണ്ട്, അതേപോലെ ഒരുപാട് കീം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്താൽ തന്നെ എല്ലാ കൺസെപ്റ്റും അവിടെ ക്ലിയർ ആവും അല്ലേ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് വേണ്ടി ചോദിക്കുന്നത്. അതായത് നിങ്ങൾ 2026 ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക്, 2025 നോക്ക്, 2024 നോക്ക്, എല്ലാം ഒരേ ടൈപ്പാ. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ അതേ ടൈപ്പ് ഇനി 2027 വരുന്നത് അല്ലേ. ഇനി അഥവാ 1-2 ക്വസ്റ്റ്യൻ പുതിയ വന്നാലോ, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യില്ലേ അല്ലേ. അതുകൊണ്ട് പുതിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അല്ലേ. ഇതാണ് എൻ്റെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. എന്താ? മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ റിവിഷൻ ചെയ്യണം. അതായത് നമ്മൾ 2-3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ചാപ്റ്റർ മറന്നു പോകും. ഇതെല്ലാവർക്കും വരുന്ന പ്രശ്നമല്ലേ. ഇനി 2-3 ചാപ്റ്റർ ആവണ്ട, 2 ചാപ്റ്റർ കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ കാര്യം എന്ത് ചെയ്യും? നമ്മൾ മറന്നു പോകും അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഡെയിലി ഒരു 3-4 ക്വസ്റ്റ്യൻ പ്രീവിയസ് ചാപ്റ്ററിൻ്റെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക അല്ലേ. ജെഇ മെയിൻ ക്വസ്റ്റ്യൻ മാത്രം റിവൈസ് ചെയ്യാൻ മതി, വേറെ ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരിക്കലും ഇതെന്ത് ചെയ്യില്ല, നിങ്ങൾ മറന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ 2 മെയിൻ പോയിന്റ്സ് ആണ് എനിക്ക് പറയുന്നത്. അത് ഇനഫാണ്. ആ 2 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ വെക്കുക. എന്താ? മാക്സ് നമ്പർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ദാറ്റ്സ് ഇനഫ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ഈ ഒരു ഐഡിയ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് പറയുന്നത് വെച്ചാൽ നമ്മൾ ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് തീരെ സമയമല്ല. ജെഇ മെയിൻ എക്സാം ജനുവരിയിലാണ്. ആ ജനുവരിയിൽ ജെഇ മെയിൻ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രമേ ജെഇ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ടൈം നമുക്ക് അതിന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സൈലത്തിലെ ധീര ബാച്ച് 2.0 അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1000 റുപ്പീസിൻ്റെ ഒരു ഓഫർ ഉണ്ടാവും. മൺസൂൺ ഓഫറാണ്. അപ്പോൾ പെട്ടെന്ന് കഴിയും. മാക്സിമം പെട്ടെന്ന് യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഒന്നുമില്ല, നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്യില്ലേ, ആ പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡ് ചോദിക്കും. ആ കൂപ്പൺ കോഡ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? ധീര 1000 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. 1000 റുപ്പീസ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ. സോ മക്കളെ, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് തീരെ സമയമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. സോ ഫാസ്റ്റ് ആവുക, എന്ത് ചെയ്യാം? നമുക്ക് ബാച്ചിൽ കാണാം. ഓക്കെ.